ഇന്നത്തെ സ്റ്റോറി എന്ന് പറഞ്ഞാൽ ഹെൽമെറ്റ് വാങ്ങാൻ പോയ കഥയാണ്. അപ്പം എൻ്റെ പഴയ ഹെൽമെറ്റ് ആക്സോറിൻ്റെ ആയിരുന്നു. ആക്സോറിൻ്റെ ഹെൽമെറ്റ് വേഗയാണ് ഉണ്ടാക്കുന്നത്. വേഗയുടെ ഒരു ബ്രാൻഡാണ് ആക്സോർ. അപ്പം അന്ന് അതിന് പെയിൻറ്റ് പോണ പ്രശ്നം അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. 6 കൊല്ലത്തിലെ ഹെൽമെറ്റ് ഉപയോഗിച്ചു കേട്ടോ. അപ്പോൾ അത് വാങ്ങുമ്പോൾ എനിക്ക് താല്പര്യമുണ്ടായില്ല. കാരണം പിന്നെ വാങ്ങാനായി പുതിയത് വാങ്ങാൻ പോയപ്പോൾ ആക്സോറൊക്കെ നോക്കിയപ്പോഴൊക്കെ ഭയങ്കര പൂർ ക്വാളിറ്റിയാണ്. ഫിറ്റ് ഫിനിഷ് ഇല്ല. പിന്നെ ഒരു പ്രമുഖ തൃശ്ശൂരത്തെ കടയിൽ ചെന്നിട്ട് ഈ പെയിൻറ്റിൻ്റെ ഇഷ്യൂവിനെ കുറിച്ച്, പെയിൻറ്റ് പൊളിഞ്ഞു പോണ ഇഷ്യൂവിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ആ പിടിച്ച് നോക്കിയിരുന്ന ഹെൽമെറ്റിൻ്റെ ഇങ്ങനെ ബീഡിങ് ഉണ്ടല്ലോ, അവർന്ന് പെയിൻറ്റ് പൊളിഞ്ഞു പോകണം, പൊളച്ച് വരുന്നേ. പിന്നെ പ്രത്യേകിച്ച് പറയണ്ടല്ലോ, പേസോറ മുളയിലേന്നുള്ളി. പിന്നെ അടുത്ത എസ് എം കെ കുഴപ്പമില്ല കേട്ടോ. ഫിറ്റ് ഫിനിഷും ഒക്കെ നൈസാണ്, ക്വാളിറ്റിൻ്റെ സാധനത്തിന്. പിന്നെ ഫീച്ചേഴ്സ് ഉണ്ട്, ഉള്ളിലത്തെ ഡബിൾ വൈസർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഞാൻ ഈ വാങ്ങിയ ഹെൽമെറ്റ് ഇത് ഞാൻ എംടി ഹെൽമെറ്റാണ്. ഇതിനങ്ങനെ ഫീച്ചേഴ്സ് ഇല്ല. പക്ഷെ ഇത് ഷാർപ്പ് 5 റേറ്റിങ്ങും പിന്നെ EC 22.06 ഉള്ളതാണ്. അപ്പോൾ ഡബിൾ റേറ്റിംഗ് ഇത്. പിന്നെ തലേരെ കാലേജിന് വെച്ചിട്ടാണ് കുറച്ച് ഞാൻ പൈസ മുടക്കിയത്. SMK ആണെന്ന് വെച്ചാൽ 4000 തൊട്ട് 5000, ഇതാണെന്ന് വെച്ചാൽ 5000 തൊട്ട് 6000 തൊട്ട് 7000 ഇടയിലാണ് വരാം. ഇതാണ് വില വിവരങ്ങൾ. ആക്സോർ മഹാമോശം. ഒന്നും എങ്ങനെ കുത്തി തിരികെ കയറ്റി വെച്ച മാതിരിയാണ് അതിൻ്റെ ഉള്ളിലത്തെ പാഡിയും കാര്യങ്ങളൊക്കെ. പിന്നെ പെയിൻറ്റ് കാര്യം പറഞ്ഞല്ലോ, ഈ വീടിൻ്റെ അവിടെ നിന്ന് പൊള്ളച്ച് വരുമായിരുന്നു. അത് മാറ്റ് ബ്ലാക്ക് ആയിരുന്നു കേട്ടോ. അങ്ങനെ ആക്സോറിൻ്റെ പൊതുവേ അങ്ങനെ ഒരു സംസാരമുണ്ട്, ക്വാളിറ്റി കാര്യമില്ല. അത് നമുക്ക് നേരിട്ട് തന്നെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. അങ്ങനെ പേച്ചറൊക്കെ നോക്കുമ്പോൾ സൂക്ഷിച്ച് നോക്കി എടുക്കുക. SMK നമുക്ക് കണ്ണുമ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കണ്ണും പൂട്ടി എന്തായാലും എടുക്കുക. നല്ല ക്വാളിറ്റി പൈസക്കുള്ളത് ഉണ്ട്. ആക്സോർ വേഗ ഉണ്ടാക്കുന്നതും SMK സ്റ്റഡ്സിൻ്റെ ആണ്. സ്റ്റഡ്സിൻ്റെ ഒരുപാട് പൈസ കുറഞ്ഞ ഹെൽമെറ്റുകളുണ്ട്. അതായാലും അത്യാവശ്യം നല്ല ക്വാളിറ്റി വിറ്റാമിൻസും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. നമ്മൾ ശ്രദ്ധിച്ചിട്ടൊരു കാര്യമാണ്. അപ്പോൾ സ്റ്റഡ്സാണ് കുറച്ചും കൂടിയും ഒരു OEM ബ്രാൻഡ് എന്ന നിലയ്ക്ക് നിൽക്കണത് ക്വാളിറ്റിയിൽ. അപ്പോൾ അത് നമ്മുടെ ഹെൽമെറ്റ് വാങ്ങാൻ പോയ കഥ.